ഉണ്ടെന്നെങ്കിൽ ഒന്ന് വേറെ സൊല്യൂഷൻ. ഈ വീഡിയോ എടുത്തിട്ട് ഈ പബ്ലിക്കായിട്ട് ഇടുന്നാട്ടി മുന്നേ അനക്ക് അത്ര ബുദ്ധിമുട്ടുണ്ട്. നേരെ സ്റ്റേഷൻ ഉണ്ടല്ലോ നമ്മളടുത്ത്, സ്റ്റേഷനിൽ പോയിട്ട് തന്നെ കാണിച്ചു കൊടുത്താൽ പോരെ. എന്നിട്ട് അയാളെ പേരിൽ നിയമ നടപടി എടുത്താൽ പോരെ. വെറുതെ ഇത് ഈ റീച്ചിനും ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സിനും വേണ്ടി ചെയ്ത് കൂട്ടൊരു തെമ്മാടിത്തരോ. ഇപ്പം എന്താ ഇയാളുടെ ജീവിതം കളഞ്ഞൊക്കെ എനിക്ക് സമാധാനമല്ലേ. അയാളെ കുട്ടിയും അയാളെ കുടുംബം ഇനി എങ്ങനെ ജീവിക്കും എന്നുള്ള ചിന്ത ഉണ്ടാ. എന്ത് കാര്യമുണ്ട് അങ്ങനെ? എൻ്റെ റീച്ചും ഫോളോവേഴ്സും കൂടിയില്ലേ. അന്നൊക്കെ സപ്പോർട്ട് ചെപ്പൊക്കെ അടിക്കണം എന്നാലേ ശരിയാവുള്ളൂ. ഇയൊക്കെ ഇപ്പം എനിക്ക് 11,000 ഫോളോവേഴ്സ് ഉണ്ടല്ലോ. ഈ 11,000 ഫോളോവേഴ്സ് കച്ചറകളുണ്ടല്ലോ ഒറ്റങ്ങളെ ഗോവിന്ദപുരം സ്വദേശി ദീപക്കാണ് മരിച്ചത്. ദീപക് ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം കാട്ടിയെന്നായിരുന്നു യുവതിയുടെ ആരോപണം. തിരക്കുള്ള ബസ്സിൽ വെച്ച് യുവതി ചിത്രീകരിച്ച വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് ദീപക് ആത്മഹത്യ ചെയ്തത്. വസ്തുതാവിരുദ്ധമായ പ്രചാരണമാണ് യുവതി സാമൂഹിക മാധ്യമങ്ങളിൽ നടത്തിയതെന്നും ദീപക് കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നുവെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. ആ പ്രതികരണത്തിലേക്ക് ഈ ജായി സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഞാൻ അങ്ങനെ ചപ്പമൂല അടിച്ച് പൊട്ടിക്കണം. ഇവൾക്ക് ഇന്ന് ഇത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബസ്സിൽ ഇയാൾ തൊടുമ്പോൾ പിടിക്കുമ്പോൾ ഇവൾക്ക് മോന്തടിച്ച് പൊട്ടിച്ചൂടെ? എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ആളെ നാട്ടിച്ചിട്ട് ആളെ ജീവനായിട്ട് കളഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായില്ലേ? ഒന്നുമില്ലെങ്കിലും മോളെ അങ്ങനെ എന്തെങ്കിലും എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെപ്പൊക്കെ പറഞ്ഞാൽ കൊടുക്കുക. എന്നിട്ട് ബാക്കി വർത്തമാനം പറയുക. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ എത്ര മാർഗമുണ്ട്? എനിക്ക് ഇത് ഏറി കയറ്റിയിട്ടുണ്ട്. എനിക്ക് വ്യൂവിനും റീച്ചിനും വേണ്ടിയിട്ടുള്ള ഇടപാടാണ് ഈ ചെയ്തത്. ഇത് 100% ഉറപ്പാണ്.